ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ വെട്ടുകാട് ചർച്ചിലോട്ട് പോകുന്നൊരു മിനി വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒത്തിരിയൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു നൈസ് ഡേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തേക്കുന്നത്. ഒരു വ്ളോഗറൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വലിയ കാര്യത്തിൽ ക്യാൻഡിലൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ വന്നോടൻ തന്നെ നമ്മൾ ക്യാൻഡിൽസൊക്കെ മേടിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച ശേഷം ആ ക്യാൻഡിൽസൊക്കെ കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ ആ ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു ഐഡലിൻ്റെ മുമ്പിലാണ് ഈ ഒരു മെഴുകുതിരി കത്തിക്കുന്നത്. നമ്മൾ ആ ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നേർക്ക് നമ്മൾ നോക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ആ ഒരു ക്രൈസ്റ്റിൻ്റെ ഫേസ് കാണുമ്പം തോന്നാറ്. അത്രയ്ക്കൊരു ജീവനുള്ളതുപോലെ തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇപ്പം നമുക്കവിടെ ചുറ്റിലും കുറേ വർക്ക് നടക്കുന്നുണ്ട്. കാരണം ക്രിസ്മസ് വരാറായതുകൊണ്ട് തന്നെ ഒത്തിരി വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അന്ന് ഞാൻ പോയ സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അവിടെയൊക്കെ വേണ്ടി അവിടെ നിന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. അവിടെ പോകുമ്പോൾ തന്നെ ഒരു റിലാക്സേഷനാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം പിന്നെ അവിടെ താഴോട്ട് പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു അവിടുത്തെ ഒരു പഴയ മോണ്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, പക്ഷേ കണ്ടതൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അവരുടെ ഐതിഹ്യങ്ങളും അവരുടെ വചനങ്ങളും ഒക്കെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ആ ഓരോ ഇതിലും ഓരോ സ്റ്റോറി ആയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു റിലാക്സേഷനാണ് അതിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്ക്. അവിടെ എനിക്ക് തോന്നുന്നു ടൈമിങ് 7:30 വരെ ഉള്ളൂ. അതിന് മുമ്പ് പോയാലേ അവിടെ എൻട്രൻസ് ഉള്ളൂ. അതിനുശേഷം അത് ക്ലോസ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ മെയിൻ എൻട്രൻസിലോട്ട് പോയി അതിൻ്റെ അകത്തോട്ട് കയറുവാണ്. അകത്തോട്ട് ആക്ച്വലി നമ്മുടെ ഫോൺ അലൗഡ് അല്ല. പക്ഷേ ഇത് കണ്ടിട്ട് വെട്ടുകാട് ചർച്ച് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊരു ക്ലിപ്പ് അറ്റാച്ച് ചെയ്യാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. വളരെ ശാന്തമായിട്ടുള്ള പീസ്ഫുൾ വളരെ കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. അത്രയ്ക്ക് നമുക്കൊരു ബ്ലെസ്ഡ് ആയിട്ട് തോന്നും നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും. എല്ലാം മറന്ന് നമ്മൾ ക്രൈസ്റ്റിനോട് മാത്രം ചേർന്ന് അത്രയ്ക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്കൊരു പീസ്ഫുള്ളായിരിക്കും. നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മൾ മറന്ന് നമ്മുടെ മുന്നിൽ ആകെ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് മാത്രമായിരിക്കും. അത്രയ്ക്കൊരു ഫീലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ശംഖുമുഖം വന്നു. അവന് ഇവിടെ വരിക എന്ന് വെച്ചാൽ പാർക്കിൽ വരണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പാർക്കിൽ വരാൻ വേണ്ടി ശംഖുമുഖത്ത് വന്നു. ശംഖുമുഖത്തെ ബീച്ച് പാർക്കാണ്. അപ്പോൾ ഈ കാറിൽ കയറി. ഈ കാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് വെറുതെ വീട്ടിൽ ഈ കാറൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നതിനേക്കാളും ഇടയ്ക്ക് കുട്ടികളെ ഇങ്ങനെ വെളിയിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 10 minutes 100 രൂപ അങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ശംഖുമുഖം അടുത്ത് തന്നെയാണ് ബീച്ച് പാർക്ക്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് നല്ല നല്ല ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ട്രെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തോട് ചേർന്ന് തന്നെ ഇനി നമുക്ക് ശംഖുമുഖത്തിനുള്ള മാർക്കറ്റ്, പിന്നെ എന്താണ് കുറേ മാർക്കറ്റ്സ് ഉണ്ട്. ലോക്കൽ മാർക്കറ്റ്സ്, ഫുഡ് മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല പാനിപ്പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചേട്ടനൊട്ടും ഇഷ്ടമല്ല അവിടുത്തെ ഹൈജീൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ആ മാർക്കറ്റൊക്കെ കുറച്ചൊക്കെ ചുറ്റിക്കറക്കി കണ്ടു. കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു. ദെൻ നേരെ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു മിനി വ്ളോഗാണ്. മിനി വ്ളോഗ് എന്ന് പോലും പറയാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു, ബൈ.